ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ പ്രോസ് ഇൻ പ്രാക്ടീസ് എന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദ്യത്തെ എസ്സേ ആയിട്ടുള്ള ടാഗോർസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ പാർട്ട് 3 അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ സ്കോട്ടിൻ്റെ വീട്ടിൽ രവീന്ദ്രനാഥ് ടാഗോർ താമസിച്ചിരുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഡോക്ടർ സ്കോട്ടിൻ്റെ വൈഫായിട്ടുള്ള മിസ്സസ് സ്കോട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അവർ സാധാരണ നമ്മൾ ഇന്ത്യക്കാരുടെ വിശ്വാസം ഇംഗ്ലീഷുകാരായിട്ടുള്ള ഭാര്യമാർ ഇന്ത്യൻ ഭാര്യമാരെ പോലെ ഭയങ്കര ഡിവോട്ടഡ് അല്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നതെന്നും, എന്നാൽ മിസ്സസ് സ്കോട്ട് എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വൈഫിനെ പോലെ ആയിരുന്നു എന്നൊക്കെയാണ് ടാഗോർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് ഞാൻ വായിക്കുകയാണ്. By the time some members of doctor's family had gone to the celestial world and others were scattered in places unknown to the author. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ സ്കോട്ടിൻ്റെ ഫാമിലിയിലുള്ള ചിലരൊക്കെയും മരിച്ചു പോവുകയും പിന്നെ ആ കുടുംബത്തിലുള്ള ആൾക്കാർ പല പല ഭാഗത്തായിട്ട് സ്കാറ്റർ ചെയ്ത് പോവുകയും, അതായത് ചിതറിപ്പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ടാഗോറിന് അവരുമായിട്ടുള്ള കണക്ഷൻ ഇത്തിരി കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. സെലസ്റ്റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ആകാശലോകം എന്നാണ് അർത്ഥം. അടുത്ത സെൻറ്റൻസ്, ബട്ട് ഹിസ് സ്റ്റേ അറ്റ് ദ ഡോക്ടേഴ്സ് ഹൗസ് വുഡ് എവർ ബി ഗ്രീൻ ഇൻ ഹിസ് മെമ്മറി. എന്നാൽ ഡോക്ടർ സ്കോട്ടിൻ്റെ വീട്ടിൽ ഉള്ള ടാഗോറിൻ്റെ താമസം എന്ന് പറയുന്നത് അദ്ദേഹം എന്നും ഓർമ്മിച്ച് വച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇനി അടുത്ത പാരഗ്രാഫ്, അതായത് അടുത്ത ടോപ്പിക്കിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. അടുത്ത ടോപ്പിക്കിൻ്റെ ഹെഡിങ് ഓണസ്റ്റി ഓഫ് ലണ്ടനേഴ്സ് എന്നാണ്. അതായത് ലണ്ടനിലുള്ള ആൾക്കാരുടെ സത്യസന്ധതയെ പറ്റിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഇങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാഗോർ അഡ്മയർസ് ദ ഓണസ്റ്റി ഓഫ് ലണ്ടനേഴ്സ്. അതായത് ടാഗോർ ലണ്ടൻ നിവാസികളുടെ സത്യസന്ധതയെ ഒരുപാട് ആരാധിക്കുന്നു. When Tagore was passing through a street in Tunbridge Wells, a poor man with shabby dress, partly covering his body in decadent shoes, looked at the face of the author as if he needed some help. അപ്പോൾ ലണ്ടൻ നിവാസികൾ എത്ര സത്യസന്ധരാണ് എന്ന് ടാഗോർ മനസ്സിലാക്കിയ ഒരു അനുഭവമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം ടൺബ്രിഡ്ജ് വെൽസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ എ പുവർ മാൻ വിത്ത് ഷാബി ഡ്രസ്, ഷാബി എന്ന് പറഞ്ഞാൽ വളരെ പഴയതും മോശമായിട്ടുള്ളതുമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, പാർട്ട്ലി കവറിങ് ഹിസ് ബോഡി. അപ്പം അദ്ദേഹത്തിന് ഫുള്ള് ധരിക്കാനുള്ള വസ്ത്രം പോലും ഇല്ല. അങ്ങനെ ഉള്ളൊരാൾ. ആൻഡ് ഡെക്കഡൻറ്റ് ഷൂസ്, ഡെക്കഡൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം പഴകിയ ഷൂസാണ് ആ മനുഷ്യൻ ധരിച്ചിരുന്നത്. ലുക്ക്ഡ് അറ്റ് ദ ഫേസ് ഓഫ് ദ ഓഥർ ആസ് ഇഫ് ഹി നീഡഡ് സം ഹെൽപ്പ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ടാഗോറിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരു സഹായം അഭ്യർത്ഥിക്കുന്ന പോലെയാണ് ആ മനുഷ്യൻ നോക്കിയത്. Begging was forbidden in London and so he asked nothing. അപ്പോൾ ഭിക്ഷാടനം ലണ്ടനിൽ നിരോധിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ആ മനുഷ്യൻ ഒന്നും ചോദിച്ചില്ല. ടാഗോർ gave him a coin, but the man turned up to return it, saying that the author by mistake gave him a gold piece. അപ്പോൾ ടാഗോർ ആ മനുഷ്യനൊരു കോയിൻ കൊടുത്തു. ആ കൊടുത്തത് പക്ഷേ ഒരു സ്വർണത്തിൻ്റെ കോയിൻ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മനുഷ്യൻ എഴുന്നേറ്റ് ആ കോയിൻ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ അറിയാതെ എനിക്കൊരു ഗോൾഡ് കോയിനാണ് തന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തിരിച്ചു കൊടുത്തു. അപ്പോൾ സത്യസന്ധനായിരുന്നില്ലെങ്കിൽ ആ ഗോൾഡ് കോയിൻ കിട്ടുമ്പോൾ അത് സന്തോഷമായിട്ട് എടുക്കുകയാണല്ലോ വേണ്ടിയിരുന്നത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ്, ഹി
had a number of similar experiences in London. അപ്പോൾ ലണ്ടനിലുള്ള ആൾക്കാർ വളരെ സത്യസന്ധരായിരുന്നു എന്ന് ടാഗോറിന് മനസ്സിലാകുന്ന ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി. അടുത്ത സെൻറ്റൻസ്, in the Torquay railway station he gave the porter half a crown as he had no small change in his purse. ഒരിക്കൽ ടോർക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പോർട്ടർ, അതായത് ഭാരമെടുക്കുന്ന ആൾ, ഒരു പോർട്ടർക്ക് ടാഗോർ ഹാഫ് എ ക്രൗൺ എന്ന് പറയുന്നത് ഒരു കറൻസിയാണ്, അപ്പോൾ ഹാഫ് എ ക്രൗൺ കൊടുത്തു. അപ്പോൾ ടാഗോറിൻ്റെ കയ്യിൽ ചില്ലറ ഇല്ലാത്തത് കൊണ്ട് വലിയൊരു തുകയാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത് പോലെ ടിപ്പ് എന്ന് ഉദ്ദേശിച്ചാണ് അദ്ദേഹം കൂടുതൽ പണം കൊടുത്തത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ആസ് ദ ക്യാബ് സ്റ്റാർട്ടഡ് ദ പോർട്ടർ കെയിം റണ്ണിങ് ആഫ്റ്റർ ഇറ്റ്. എന്നാൽ ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ പോർട്ടർ ട്രെയിനിന് പുറകെ ഓടി വരികയാണ് ഉണ്ടായത്. ദ ഓതർ തോട്ട് ദാറ്റ് he came to demand something more. അപ്പോൾ ടാഗോർ വിചാരിച്ചു കൂടുതൽ പണം ആവശ്യപ്പെടാനാണ് പോർട്ടർ ഓടി വരുന്നതെന്ന്. But the porter thought that the half a crown was too much for him. എന്നാൽ ആ ഹാഫ് എ ക്രൗൺ കൂടുതലായി പോയതുകൊണ്ട് അത് തിരിച്ചു തരാനായിരുന്നു പോർട്ടർ ഓടി വന്നത്. അടുത്ത സെൻറ്റൻസ്, സോ he said that the author might have mistaken half a crown for a penny. അപ്പോൾ ഈ പോർട്ടർ പറഞ്ഞു പെന്നി എന്ന് പറയുന്ന വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, അപ്പോൾ പെന്നിയാണെന്ന് വിചാരിച്ച് ഈ ക്രൗൺ തന്നു എന്ന് തോന്നിയിട്ടാണ് ഈ പോർട്ടർ ഓടി വന്നത് തിരിച്ചു കൊടുത്തത്. ഇനി അടുത്ത സെൻറ്റൻസ്, ടാഗോർ ഈസ് ഓൾസോ അവെയർ ഓഫ് ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ ഓഫ് ലൈഫ് ഇൻ ലണ്ടൻ. എന്നാൽ ലണ്ടനിൽ ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ മറ്റൊരു വശവുമുണ്ട് എന്ന് തന്നെയാണ് ടാഗോർ പറയുന്നത്. Sometimes he was cheated in London, but he had nothing specific in his remembrance. എപ്പോഴൊക്കെയോ തനിക്കും ലണ്ടനിൽ വെച്ച് ചില ചതികൾ പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അദ്ദേഹം ഓർക്കുന്നില്ല. അടുത്ത സെൻറ്റൻസ്, he believed in the principle that those who are trustworthy know how to trust others. അപ്പോൾ ടാഗോർ വിശ്വസിച്ചിരുന്ന തത്വം എന്താണെന്ന് പറഞ്ഞാൽ those who are trustworthy എന്ന് പറഞ്ഞാൽ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ. those who are trustworthy know how to trust others. അതായത് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ എങ്ങനെ വിശ്വസിക്കണം എന്നറിയാം എന്നുള്ളൊരു തത്വത്തിലാണ് ടാഗോർ വിശ്വസിച്ചിരുന്നത്. അടുത്ത സെൻറ്റൻസ്, had he wished he could have evaded payment of rupees to the shopkeepers but they never mistrust him. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലണ്ടനിലെ ഷോപ്പ് കീപ്പേഴ്സ് വളരെ വിശ്വസ്തത പുലർത്തിയിരുന്നവരായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ തനിക്ക് അവർക്ക് പൈസ കൊടുക്കാതെ പറ്റിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഷോപ്പ് കീപ്പേഴ്സൊക്കെ അദ്ദേഹത്തെ വളരെയധികം വിശ്വസിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ടോപ്പിക്കിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ടാഗോർ rendered one English song into an Indian raga. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ്ങിനെ ഇന്ത്യൻ രാഗത്തിലേക്ക് മാറ്റേണ്ടി വന്ന ഒരു അനുഭവത്തെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ടാഗോർ വാസ് അക്വൈൻറ്റഡ് വിത്ത് ദ വിഡോ ഓഫ് സം ഡിപ്പാർട്ടഡ് ഇംഗ്ലീഷ് മാൻ. അപ്പോൾ ടാഗോറിന് ഒരു വിധവയായ ഒരു സ്ത്രീയെ പരിചയമുണ്ടായിരുന്നു. ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ എന്നാണ് അർത്ഥം. അപ്പോൾ അവർ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയായിരുന്നു. ഷീ കോൾഡ് ദ ഓതർ ബൈ ദ പെറ്റ് നെയിം റൂബി. അപ്പോൾ ഈ വിധവയായ ഇംഗ്ലീഷ് ലേഡി രവീന്ദ്രനാഥ് ടാഗോറിനെ റൂബി എന്നുള്ളൊരു പെറ്റ് നെയിമിലാണ് വിളിച്ചിരുന്നത്. ആൻ ഇന്ത്യൻ ഫ്രണ്ട് ഓഫ് ദ വിഡോ കമ്പോസ്ഡ് ആൻ എലിജി ഓവർ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ്. അപ്പോൾ ഈ വിധവയുടെ ഒരു ഇന്ത്യൻ ഫ്രണ്ട് ഈ ലേഡിയുടെ ഹസ്ബൻഡിൻ്റെ മരണത്തിന് ഒരു വിലാപകാവ്യം എഴുതി. എലിജി എന്ന് പറഞ്ഞാൽ വിലാപകാവ്യം എന്നാണ് അർത്ഥം. അപ്പോൾ the composer indicated that the elegy was to be chanted in the mode of behaga. അപ്പോൾ ഈ കവിത എഴുതിയ ആള്
ഒരു നിർബന്ധം പറഞ്ഞു. അതായത് ഈ ഒരു കവിത ഇന്ത്യൻ മ്യൂസിക്കൽ, ഒരു ഇന്ത്യൻ സംഗീതമായിട്ടുള്ള ബെഹാഗ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സംഗീതത്തിൻ്റെ രൂപത്തിൽ അതിനെ പാടണം എന്ന് ആവശ്യപ്പെട്ടു. The author accepted to sing the doleful poem. അപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഡോൾഫുൾ എന്ന് പറഞ്ഞ DOLEFUL, ഡോൾഫുൾ എന്ന് പറഞ്ഞാൽ സങ്കടം നിറഞ്ഞ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ദുഃഖം നിറഞ്ഞ ഈ ഒരു പാട്ട് ഇന്ത്യൻ രാഗത്തിൽ പാടാമെന്ന് ഏൽക്കേണ്ടി വന്നു ടാഗോറിന്. അത് കഴിഞ്ഞ് ടാഗോർ ഓൾസോ റിയലൈസ്ഡ് the ridiculous way in which the Behaga combined with the absurd verses. ഉടനെ തന്നെ ടാഗോറിന് ആ വരികളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, റിഡിക്യുലസ് എന്ന് പറഞ്ഞാൽ അപഹാസ്യം എന്നാണ്, അബ്സേർഡ് എന്ന് പറഞ്ഞാൽ അസംബന്ധം എന്നാണ്. അപ്പോൾ വേഴ്സസ്, VERSES, വേഴ്സസ് എന്ന് പറഞ്ഞാൽ കവിതയിലെ വരികളാണ്. അപ്പോൾ ഈ ഒരു ബെഹാഗ എന്ന് പറയുന്ന ഇന്ത്യൻ രാഗത്തിൻ്റെ ഈണത്തിൽ ഈ ഒരു അസംബന്ധം നിറഞ്ഞ വരികൾ ചേർത്ത് ഇതൊരു പാട്ടാക്കുകയാണെങ്കിൽ ഈ പാട്ട് വളരെ പരിഹാസ്യ രൂപത്തിലായി പോവും എന്നുള്ള കാര്യം രവീന്ദ്രനാഥ് ടാഗോറിന് മനസ്സിലായി. പക്ഷേ അടുത്ത സെൻറ്റൻസ്, ടാഗോർ ഹാഡ് എ ഹൊറിബിൾ എക്സ്പീരിയൻസ് ഓഫ് റെൻഡറിങ് ദ ഇംഗ്ലീഷ് സോങ് ഇൻ ടു ആൻ ഇന്ത്യൻ രാഗ ആൻഡ് സങ് ഇറ്റ്. അപ്പോൾ ഈ ഒരു അനുഭവം, ടാഗോറിനുണ്ടായ ഈ ഒരു അനുഭവം, അതായത് ഇന്ത്യൻ രാഗത്തിൽ ഈ ഒരു വളരെ അത്ര നല്ലതൊന്നും അല്ലാത്ത രീതിയിൽ എഴുതിയ അസംബന്ധം നിറഞ്ഞ വരികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വരികൾ അങ്ങനെ ഒരു പാട്ടാക്കി മാറ്റിയത് വളരെ ഹൊറിബിളായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ടാഗോറിന് അനുഭവപ്പെട്ടത്. അടുത്ത സെൻറ്റൻസ്, ബട്ട് the widow was touched to hear the Indian's doleful poem for her husband sung to its native melody. എന്നാൽ ഈ വിഡോയിനാണെങ്കിലോ ഈ പാട്ട് കേട്ടപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമായി, അവരെ അത് ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, she would ask Tagore to sing the Behaga in social gatherings and others in the gatherings made the request. അതിനുശേഷം ഏതൊരു സോഷ്യൽ ഗ്യാതറിംഗ് വരുമ്പോഴും ഈ വിഡോ ഈ പാട്ട് പാടണമെന്ന് ടാഗോറിനോട് ആവശ്യപ്പെടും. മാത്രമല്ല ആ കൂട്ടത്തിലുള്ള മറ്റുള്ളവരും ഇത് പാടണമെന്ന് ആവശ്യപ്പെടും. The author calls the song a fateful composition. അപ്പോൾ ടാഗോർ ഈ പാട്ടിനെ പറ്റി പറയുന്നത് ഒരു ദുർഭാഗ്യകരമായിട്ടുള്ള ഒരു കോമ്പസിഷനായി പോയി ആ പാട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, at the sight of the poem his ears would begin to redden and tingle. ഈ കവിത കാണുമ്പോൾ തന്നെ ടാഗോറിൻ്റെ ചെവികൾ ചുവക്കാനും ടിങ്കിൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആണ്, ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഫീലിംഗ് എന്ന് വേണമെങ്കിൽ ടിങ്കിളിങ് സെൻസേഷൻ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ കവിത കാണുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു എന്നാണ് ഈ വരിയുടെ ഒരു അർത്ഥം. അടുത്ത സെൻറ്റൻസ്, though it was a doleful song, the singing of it made one sorrowful. ഇതൊരു വിലാപകാവ്യമായിരുന്നെങ്കിലും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. The audience thanked the singer profusely, but they had to suppress their laughter, not only out of respect for the widow, but also because they did not want to offend the singer. അപ്പോൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞ ഉടനെ തന്നെ കേട്ട് നിന്നവരെല്ലാം വന്ന് ഇദ്ദേഹത്തെ വളരെയധികം പുകഴ്ത്തും. പക്ഷേ അവർ ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണത് ചെയ്യണതെന്നാണ് ടാഗോർ പറയുന്നത്. അവരങ്ങനെ ചെയ്തിരുന്നത് ഈ വിഡോയിനെ വിഷമിപ്പിക്കേണ്ടെന്നും പാട്ട് പാടിയ ആളെ ഒഫൻഡ് ചെയ്യണ്ട അല്ലെങ്കിൽ പാട്ട് പാടിയ ആളെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചും അവരുടെ ഒരു മര്യാദ കൊണ്ടാണ് അവർ വന്ന് പുകഴ്ത്തിയിരുന്നത്. അടുത്ത സെൻറ്റൻസ്, സിംഗിങ് ദ മോൺഫുൾ സോങ് വാസ് പണിഷ്മെൻറ്റ് and a blow to the author because he made a laughing stock of himself by singing the English song of lamentation to the Behaga mode. അപ്പോൾ ടാഗോർ പറയുന്നത് സിംഗിങ് ദ മോൺഫുൾ സോങ്, MOURNFUL, മോൺഫുൾ എന്ന് പറഞ്ഞാൽ വിലാപം. ഈ വിലാപത്തിൻ്റെതായിട്ടുള്ള ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ
ടാഗോറിന് ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്. ആൻഡ് എ ബ്ലോ ടു ദ ഓതർ, ഇതൊരു വലിയ അടിയുമായിരുന്നു ഓതറിന്. ബിക്കോസ് ഹി മെയ്ഡ് എ ലാഫിംഗ് സ്റ്റോക്ക് ഓഫ് ഹിംസെൽഫ്. അപ്പോൾ അദ്ദേഹം സ്വയം ഒരു പരിഹാസപാത്രം ആവുകയായിരുന്നു ഈ പാട്ട് പാടുന്നതിലൂടെ. ബൈ സിംഗിങ് ദ ഇംഗ്ലീഷ് സോങ് ഓഫ് ലെമൻറ്റേഷൻ ടു ദ ബെഹഗാഡ് മോഡ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ്ങിനെ ഇന്ത്യൻ രാഗത്തിൽ പാടി അദ്ദേഹം സ്വയം പരിഹാസ്യനായി തീരുകയായിരുന്നു. അടുത്ത സെൻറ്റൻസ്, ടാഗോർ ലോസ് ടച്ച് വിത്ത് ദ വിഡോ when he was attending lectures at the university college. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോളേജ് കാലത്ത് അദ്ദേഹത്തിന് ഈ വിഡോയുമായിട്ടുള്ള ആ ഒരു പരിചയം കുറഞ്ഞു പോയി. ബട്ട് he frequently received letters from her inviting him to her suburban locality. പക്ഷെ എന്നാലും ഈ വിഡോ അദ്ദേഹത്തിന് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു, തന്നെ വന്ന് കാണണം. തൻ്റെ സബർബൻ ലൊക്കാലിറ്റി, സബർബൻ എന്ന് പറഞ്ഞാൽ നഗരപ്രാന്തം എന്നാണ് അർത്ഥം. നഗരത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്തുള്ള തൻ്റെ വീട്ടിൽ വന്ന് തന്നെ കാണണം എന്നവർ നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. He received a pressing telegram from her and his stay in England was also coming to its close. So he decided to meet her before he left England. അങ്ങനെ അവസാനം ഇംഗ്ലണ്ടിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള ഒരു സമയം വരികയും ആ സമയത്ത് ഈ ലേഡി വളരെ നിർബന്ധപൂർവം തൻ്റെ വീട്ടിൽ വന്ന് തന്നെ വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു കത്തയച്ചു, ടെലിഗ്രാം അയച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ശരി എന്നാൽ അവരെ പോയൊന്ന് കണ്ടേക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇനി അടുത്ത ടോപ്പിക്ക് ടാഗോർസ് ട്രെയിൻ ട്രാവൽ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ടാഗോർ ഈ വിഡോയിനെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്ന എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ദ ഓതർ went straight to the railway station and the station was bound for the terminus of the and the station he was bound for was the terminus of the line. അപ്പോൾ അദ്ദേഹം ഈ വിഡോയിൻ്റെ വീട്ടിൽ പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അദ്ദേഹം എത്തിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേഷൻ്റെ എൻഡ് ആയിരുന്നു. ടെർമിനസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷൻ തീരുന്ന ഒരു ഭാഗമായിരുന്നു ആ ഒരു പ്രദേശം. ഇറ്റ് വാസ് എ ഹൊറിബിൾ ഡേ, അതൊരു വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ബിറ്റേർലി കോൾഡ്, വളരെ തണുപ്പുണ്ടായിരുന്നു. സ്നോയിങ് ആൻഡ് ഫോഗി, മഞ്ഞ് പൊഴിയുന്നുണ്ടായിരുന്നു, മൂടൽ മഞ്ഞുണ്ടായിരുന്നു. ടാഗോർ ഹാഡ് സീറ്റഡ് ഹിംസെൽഫ് കംഫർട്ടബ്ലി റീഡിങ് എ ബുക്ക്. അപ്പോൾ അദ്ദേഹം ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു ബുക്കൊക്കെ വായിച്ച് സമാധാനമായിട്ട് അവിടെ ഇരുന്നു. ദ പാസഞ്ചേഴ്സ് ഗോട്ട് ഡൗൺ അറ്റ് ദർ ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ പല പല സ്റ്റേഷൻസിൽ നിർത്തി പോവുകയാണ് ട്രെയിൻ. അപ്പോൾ അതിനകത്തുള്ള യാത്രക്കാർ പല പല സ്റ്റേഷൻസിൽ ഇറങ്ങുന്നുണ്ട്. Then when the train stopped again, there was nobody seen or any lights on platform. അങ്ങനെ ട്രെയിൻ നിന്നു. ട്രെയിൻ നിന്ന സമയത്ത് ടാഗോർ നോക്കുമ്പോൾ ട്രെയിനിൽ ആരെയും കാണുന്നില്ല. ട്രെയിനിൻ്റെ പുറത്ത് പ്ലാറ്റ്ഫോമിൽ ലൈറ്റ് ഒന്നും കാണുന്നില്ല. ബട്ട് ദ ഓതർ വെൻറ്റ് ഓൺ റീഡിങ് ഹിസ് ബുക്ക്. അപ്പോൾ ടാഗോർ ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല, ബുക്ക് വായനയിൽ മുഴുകിയിരുന്നു. When the train moved backwards, ടാഗോർ ക്രിട്ടിസൈസ്ഡ് ദ റെയിൽവേ ഫോർ ഇറ്റ്സ് എക്സെൻട്രിസിറ്റി. എന്നാൽ ട്രെയിൻ നിന്നിട്ട് അത് പുറകിലോട്ട് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ ടാഗോർ ആ റെയിൽവേയുടെ എക്സെൻട്രിസിറ്റി, അതായത് റെയിൽവേയുടെ ഒരു ഭ്രാന്തൻ നടപടിയെ അദ്ദേഹം വിമർശിച്ചു. അതിനുശേഷം ഇറ്റ് വാസ് ആക്ച്വലി എ ഷട്ടിൽ ട്രെയിൻ ആൻഡ് ഇറ്റ് കെയിം റൈറ്റ് ബാക്ക് ടു ദ പ്രീവിയസ് സ്റ്റേഷൻ. എന്നാൽ അതൊരു ഷട്ടിൽ ട്രെയിൻ ആയിരുന്നു. ഷട്ടിൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരേ റൂട്ടിൽ ഫോർവേഡ് ബാക്ക്വേഡ് പോകുന്ന ട്രെയിനാണ് ഷട്ടിൽ ട്രെയിൻ. അപ്പോൾ ഷട്ടിൽ ട്രെയിൻ ആയിരുന്നു എന്നുള്ള കാര്യം ടാഗോർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ടാഗോർ താൻ കയറിയ സ്റ്റേഷനിൽ തന്നെ എത്തിച്ചേരുകയാണ് ചെയ്തത്. അടുത്ത് എന്താണ് സംഭവിച്ചത്? ഹി വാസ് ഇൻഫോംഡ് ദാറ്റ് ദർ വെർ നോ അതർ ട്രെയിൻസ് ഫോർ ഹിം ടു റീച്ച് ഹിസ് ഡെസ്റ്റിനേഷൻ and there were no inn for his stay within 5 miles. അപ്പോൾ തിരിച്ച് പഴയ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് പോകാനായിട്ട് അടുത്തെങ്ങും വേറൊരു ട്രെയിൻ ഇല്ലെന്നും മാത്രമല്ല 5 മൈലിനുള്ളിൽ താമസിക്കാനൊരു സത്രം പോലും ഇല്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. He had his breakfast at 10 in the morning
ആൻഡ് ഹാഡ് നത്തിങ് എൽസ് സിൻസ്. അപ്പോൾ ആ ദിവസം രാവിലെ 10 മണിക്കാണ് ടാഗോർ പ്രഭാത ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഒന്നും കഴിച്ചിരുന്നില്ല. അടുത്ത എന്താണ് സംഭവിച്ചത്? ഹി ഹാഡ് ടു കൺസോൾ ഹിംസെൽഫ് ആൻഡ് കോൺസെൻട്രേറ്റ് ഹിസ് അറ്റൻഷൻ ഓൺ ഹെഡ്ബർട്ട് സ്പെൻസേഴ്സ് ഡേറ്റ ഓഫ് എത്തിക്സ്. അപ്പോൾ അദ്ദേഹം സ്വയം സമാധാനിക്കുകയും ആ വായിച്ചുകൊണ്ടിരുന്ന ബുക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹെഡ്ബർട്ട് സ്പെൻസറിൻ്റെ ഡേറ്റ ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന ആ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലേക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അടുത്ത സെൻറ്റൻസ്, Tagore was cheered up by the news of the porter that a special train was running and it would reach the station in half an hour. അപ്പോഴാണ് സമാധാനം ഉണ്ടാകുന്ന ഒരു ന്യൂസ് അറിഞ്ഞത്. അപ്പോൾ ഒരു പോർട്ടർ വന്ന് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെന്നും അതിൽ കയറി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ സാധിക്കും എന്നും അറിഞ്ഞത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോൾഡ് ബിഹേവിയർ ഓഫ് ദ വിഡോ. പിന്നീട് അദ്ദേഹം ഈ വിഡോയിൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഈ വിഡോയിൻ്റെ വളരെ ഒരു തണുപ്പൻ മട്ടിലുള്ള ഒരു ബിഹേവിയറാണ് അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതിനെ പറ്റിയിട്ടാണ് അടുത്ത ടോപ്പിക്. വെൻ ഹി റീച്ച്ഡ് ദ ഹൗസ് ഓഫ് ഹിസ് ഹോസ്റ്റസ് ഇറ്റ് വാസ് 9. അപ്പോൾ രാത്രി 9 മണിയായി. ഹോസ്റ്റസ് എന്ന് പറഞ്ഞാൽ ആതിഥേയ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ആതിഥേയയുടെ വീട്ടിലെത്തിയപ്പോൾ രാത്രി 9 മണിയായി. ഹി ഷുഡ് ഹാവ് ബീൻ ദെയർ ബൈ 7. അപ്പോൾ കറക്റ്റായിട്ടായിരുന്നെങ്കിൽ അദ്ദേഹം 7 മണിക്ക് എത്തേണ്ടതായിരുന്നു. ഹിസ് ഹോസ്റ്റസ് ആസ്ക്ഡ് ഹിം വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് വിത്ത് യുവർ സെൽഫ്. അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. Tagore had to give an account of his wonderful adventures. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ടാഗോർ അവരോട് പറഞ്ഞു. Dinner was over. His misfortunes was hardly his fault and he did not expect any punishment from hostess. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുർഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ട് ഉണ്ടായതല്ല. ഹാർഡ്ലി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ഇല്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാരണം കൊണ്ട് തനിക്ക് പണിഷ്മെൻ്റ് ഒന്നും ആ ഹോസ്റ്റസിൽ നിന്ന് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് സംഭവിച്ചത് എന്തായിരുന്നു? ബട്ട് ദ പണിഷ്മെൻറ്റ് കെയിം വെൻ ദ വിഡോ ഓഫേർഡ് ഹിം ഓൺലി എ കപ്പ് ഓഫ് ടീ വെൻ ടാഗോർ വാസ് എക്സ്ട്രീംലി ഹംഗ്രി. അപ്പോൾ രാവിലെയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോൾ രാത്രി 9 മണിയായി. അപ്പോൾ വളരെയധികം വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ആതിഥേയ അദ്ദേഹത്തിന് ഒരു കപ്പ് ചായ മാത്രമാണ് കൊടുത്തത്. അതൊരു വലിയ പണിഷ്മെൻ്റ് ആയിരുന്നു എന്നാണ് ടാഗോർ പറയുന്നത്. ഹി വാസ് നെവർ എ ടീ ഡ്രിങ്കർ ബട്ട് ഹി മാനേജ്ഡ് ടു സ്വാളോ എ കപ്പ് ഓഫ് സ്ട്രോങ് ഡിക്കോഷൻ so that it might be of some assistance to lessen his consuming hunger. എന്നാൽ ടാഗോർ ചായ കുടിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ സ്ട്രോങ് ഡിക്കോഷൻ എന്ന് പറഞ്ഞാൽ ആ ഊറി വരുന്ന ഡിക്കോഷൻ ചായ, ആ ഊറി വരുന്ന കടുപ്പമുള്ള ചായ, ആ കടുപ്പമുള്ള ചായ അദ്ദേഹം വിശപ്പിനൊരു ശമനം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ ഒരു കപ്പ് ചായ സ്വാളോ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ വിഴുങ്ങുകയായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് ടാഗോർസ് agony in the house of the widow. ഈ വിഡോയിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനുണ്ടായ നല്ലതല്ലാത്ത അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. agony എന്ന് പറഞ്ഞാൽ ദുഃഖകരം എന്നാണ് അർത്ഥം. അടുത്ത ആ ടോപ്പിക്കിൽ വരുന്ന സെൻറ്റൻസ്, ദ ഹോസ്റ്റസ് ഇൻവൈറ്റഡ് ഹിം ഫോർ എ ഡാൻസ്. അദ്ദേഹം വളരെ വിശന്നിരിക്കുന്ന സമയമാണ്. ഒരു കടുപ്പമുള്ള ചായ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ സമയത്താണ് നമ്മുടെ ആതിഥേയ ടാഗോറെ ഡാൻസ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തത്. ടാഗോർ വാസ് നോട്ട് ഇൻ എ മൂഡ് ആൻഡ് ഹിസ് ബോഡിലി കണ്ടീഷൻ വാസ് നോട്ട് റെഡി ഫോർ സച്ച് ആൻ എക്സസൈസ്. അപ്പോൾ ഒരു ഡാൻസ് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരിക കണ്ടീഷൻ അങ്ങനെ ഒരു എക്സർസൈസ് ചെയ്യാനുള്ള മൂഡ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരുന്നില്ല. ദ ഡാൻസ് വാസ് മെയിൻലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എൻഗേജ്ഡ് കപ്പിൾ
but the author had to dance with the ladies of advanced age. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു ഇംഗ്ലണ്ടിലെ കൾച്ചറിൽ ഒപ്പമുള്ള ഒരു കാര്യമാണ് ഈ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാൻസ് സാധാരണ പ്രണയ ജോഡികൾ ചേർന്നാണ് ഈ ഡാൻസ് കളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിനേക്കാൾ മുതിർന്ന വളരെ പ്രായമുള്ള സ്ത്രീകളോടൊപ്പം ഡാൻസ് ചെയ്യേണ്ട ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് അന്ന് ഉണ്ടായത്. അടുത്ത സെൻറ്റൻസ്, ഓൾ ദ ടൈം ഹി ഫെൽറ്റ് ഹംഗ്രി. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് വളരെയധികം വിശപ്പ് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടാഗോർ സർക്കാസ്റ്റിക്കലി കമൻസ് ദാറ്റ് hospitality was not lacking in her because she aided him in finding inn for his stay. അപ്പോൾ അദ്ദേഹം സർക്കാസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ പരിഹാസ രൂപേണ എന്നാണ് അർത്ഥം. പരിഹാസ രൂപേണ ഇവിടെ കമൻറ്റ് ചെയ്യുകയാണ്, അവർ മര്യാദയില്ലാത്തൊരു ലേഡിയൊന്നും ആയിരുന്നില്ല, കാരണം അതിനുശേഷം അവർ അദ്ദേഹത്തിന് താമസിക്കാനായി ഒരു ലോഡ്ജ് കണ്ടെത്തി കൊടുക്കാൻ സഹായിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, ഹി മെയ്ഡ് എൻക്വയറീസ് ഫോർ ഫുഡ്, ഫ്ലഷ്, ഫിഷ് ഓർ വെജിറ്റബിൾ, ഹോട്ട് ഓർ കോൾഡ്, എനിത്തിങ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നൊക്കെ അദ്ദേഹം ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഫിഷോ മീറ്റോ വെജിറ്റബിളോ എന്തെങ്കിലും തണുത്തതോ ചൂടുള്ളതോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് ടോൾഡ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് എനി ഡ്രിങ്ക്സ് ബട്ട് നത്തിങ് ടു ഈറ്റ്. പക്ഷേ ആതിഥേയ പറഞ്ഞത് കുടിക്കാൻ എന്തെങ്കിലും തരാം, പക്ഷെ ഇവിടെ കഴിക്കാനൊന്നുമില്ല എന്നാണ് ആതിഥേയ പറഞ്ഞത്. ദെൻ ഹി ലുക്ക്ഡ് ടു സ്ലംബർ ഫോർ ഫോർഗെറ്റ്ഫുൾനെസ്. അപ്പോൾ ഈ വിശപ്പൊന്ന് മറക്കാനായി ഉറങ്ങാമെന്ന് അദ്ദേഹം വിചാരിച്ചു. സ്ലംബർ എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ് അർത്ഥം. The next morning the hostess sent for him only to provide him with the remains of the previous night's dinner. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന് ഈ ആതിഥേയ കൊടുത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ബാക്കി വന്ന റിമെയിൻസ് ആണ് അദ്ദേഹത്തിന് അന്നേരം രാവിലെ എടുത്ത് കൊടുത്തത്. Had she offered a portion of this the previous night, that would have hurt none. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് രാത്രിയിൽ തന്നിരുന്നെങ്കിൽ എത്ര സമാധാനം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. Had she done it, the agony of dancing also would have been less. അത് അന്നേരം കിട്ടിയിരുന്നെങ്കിൽ, രാത്രിയിൽ ആ ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ ഈ വിശപ്പോടുകൂടി ഡാൻസ് ആയി വന്ന ആ ഒരു അനുഭവം ഒന്ന് കുറഞ്ഞു കിട്ടിയേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ടോപ്പിക്ക് ലാസ്റ്റ്, ഈ എസ്സേയുടെ കൺക്ലൂഷൻ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കൺക്ലൂഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വിഡോയെ പറ്റിയിട്ടാണ്. The widow is not an example of English hospitality. അതായത് ലണ്ടൻ ഇംഗ്ലീഷുകാരുടെ ആചാര മര്യാദകൾക്ക് ഈ വിഡോ ഒരിക്കലും ഒരു എക്സാമ്പിൾ അല്ല എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവരൊരു എക്സെപ്ഷണൽ അല്ലെങ്കിൽ ഇവർ മാറ്റി നിർത്തപ്പെടാവുന്ന ഒരു ക്യാരക്ടറാണ്. ഇംഗ്ലണ്ടിൽ പൊതുവെ എല്ലാവരും വളരെയധികം ആതിഥ്യ മര്യാദ ഉള്ളവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ വരുന്ന ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ദ ആംഗ്ലോ ഇന്ത്യൻ വിഡോ ഇൻഫോംഡ് ദ ഓതർ ദാറ്റ് ദ ലേഡി ഫോർ ഹൂസ് എൻജോയ്മെൻറ്റ് ടാഗോർ വാസ് ഇൻവൈറ്റഡ് ടു സിംഗ് വാസ് ഇൽ ഇൻ ബെഡ്. അപ്പോൾ അതിനുശേഷം ആണ് ടാഗോർ അറിയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യേണ്ടതായിട്ട് വന്നത്, അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്നവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത്, ആ ഒരു ലേഡി ഒരു ബെഡിൽ കിടക്കുകയാണ്. ഒരു കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു ലേഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവിടെ ഈ ഒരു പാർട്ടി പോലെ കാര്യങ്ങളൊക്കെ ചെയ്തത്. The author humorously and also irritatingly recalls his pathetic condition when he had to sing to the closed doors. അപ്പോൾ ടാഗോർ പറയുന്നത്, അന്ന് ആ ഒരു വയ്യാതെ കിടക്കുന്ന ലേഡി ഒരു റൂമിനുള്ളിലായിരുന്നു, ആ റൂമിൻ്റെ ഡോറ് പൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയാണെന്ന് അറിയില്ല അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ പാട്ട് പാടുന്നത് ആ വ്യക്തി അത് കേട്ടിരിക്കാനും ഇടയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇതൊരു പത്തറ്റിക് അല്ലെങ്കിൽ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത സെൻറ്റൻസ്,
Tagore did not hear anything for the invalid, the lady in closed doors. After his return to London, he had to do penitence for the sin he had committed in showing deference to an eccentric woman. അപ്പോൾ അതിനുശേഷം ഈ വുമണിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതായത് ഈ വിഡോയിനെ പറ്റി. ഇങ്ങനെ എക്സെൻട്രിക് അല്ലെങ്കിൽ ഒരു ചെറിയ ഭ്രാന്തിൻ്റെ അവസ്ഥയുള്ള ഈ ഒരു ലേഡിക്ക് വേണ്ടി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബഹുമാനം കാണിക്കേണ്ടി വന്നതിൽ അദ്ദേഹം പിന്നീട് പശ്ചാത്തപിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. The author believes that she is not a typical example of English hospitality. Dr. Scott's girls attributed her inhospitable way to her residence in India, and they tried to redeem the fair name of English hospitality. അപ്പോൾ ഡോക്ടർ സ്കോട്ടിൻ്റെ മക്കൾ ടാഗോറിനോട് പറഞ്ഞത് ഈ വിഡോയിൻ്റെ ആചാരമര്യാദ ഇല്ലായ്മ അവർ കുറേ കാലം ഇന്ത്യയിൽ താമസിച്ചിരുന്നത് കൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് ആ കുട്ടികൾ ടാഗോറിനോട് പറഞ്ഞത്. അതിന് പകരമായിട്ട് ഡോക്ടർ സ്കോട്ടിൻ്റെ വീട്ടിലെ എല്ലാവരും തന്നെ വളരെയധികം ആതിഥ്യ മര്യാദ ഉള്ളവരായിരുന്നു എന്നാണ് ടാഗോർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സോടുകൂടി ഈ എസ്സേ കഴിയുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഈ എസ്സേയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അനോട്ടേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.